ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എൻ്റെ വോയിസ് ഓവറായി ചെയ്ത രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചെറിയൊരു ബോട്ട് യാത്രയാണ്. പറശ്ശിനിയിൽ നിന്ന് മാട്ടൂലേക്കും മാട്ടൂലിൽ നിന്ന് തിരിച്ച് പറശ്ശിനിയിലേക്കും വരുന്ന ഒരു ബോട്ട് യാത്രയാണ് ഇത്. കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടിലായിരുന്നു നമ്മുടെ യാത്ര. ഇതായിരുന്നു ബോട്ട്. അങ്ങനെ പറശ്ശിനിയിൽ നിന്ന് ബോട്ടെടുത്ത് നമ്മൾ യാത്ര ആരംഭിച്ചു. ഒരുപാട് പ്രൈവറ്റ് ഹൗസ് ബോട്ടുകളും സർവീസ് നടത്തുന്നുണ്ട് ഇവിടെ. നമ്മൾ പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ ബോട്ടിലാണ്. അങ്ങനെ യാത്ര ആരംഭിച്ചു. പറശ്ശിനിയിൽ നിന്ന് മാട്ടൂലേക്ക് പോകുന്ന യാത്രയിൽ ഒരുപാട് സ്റ്റോപ്പുകളുണ്ടായി. പക്ഷേ ഇന്നത്തെ യാത്രയിൽ അങ്ങനെ 2 സ്റ്റോപ്പിൽ മാത്രമേ ബോട്ട് അടുപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സ്റ്റോപ്പിലെല്ലാം ആൾക്കാരുണ്ടായിട്ടില്ല. പിന്നെ പൊതുവെ ബോട്ട് ഹൗസ്ഫുള്ളായിരുന്നു, അതുകൊണ്ടായിരിക്കണം. അങ്ങനെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനും എൻ്റെ വൈഫും കൂടി വൈഫിനെ ആദ്യമായിട്ട് ബ്ലോഗിൽ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ കൂടിയാണിത്. അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അങ്ങനെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കലും ഇതുപോലെ പ്രൈവറ്റ് ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നത് കാണാം. അത് പല പാക്കേജുകളിലായിട്ട് അവിടെ ഉണ്ട്. ഒരു ദിവസത്തേക്കുള്ള പാക്കേജ്, മണിക്കൂറിലേക്കുള്ള പാക്കേജ് എല്ലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ മേൽഭാഗം. ഞാനങ്ങനെ മേലയിൽ കയറി. മേലയിൽ ഒരുപാട് ആൾക്കാരുണ്ടായി. മേലിൽ ഇത്രയും ആൾക്കാരുണ്ടാകാൻ കാരണം ഒരു സ്കൂൾ ട്രിപ്പ് കൂടി, സ്കൂളിൽ നിന്ന് വന്ന സ്റ്റുഡൻസും പാരൻസിലും കൂടിയിട്ട് ടീച്ചേഴ്സും അങ്ങനെ ഒരു ടീം ഉണ്ടായിട്ടുണ്ടായി. അതുകൊണ്ട് ബോട്ട് ഫുള്ളായിരുന്നു. മേലിൽ കയറുമ്പോൾ മസ്റ്റായിട്ട് സേഫ്റ്റി ജാക്കറ്റ് ധരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ വലത്തേ സൈഡ് കാണുന്ന ഐലൻഡാണ് ബംഗ്ലാദേശ് ഐലൻഡ്. ആൾത്താമസം ഇല്ലാത്ത ഐലൻഡാണ്. അപ്പുറം കാണുന്ന ആ ഐലൻഡാണ് പാമ്പുരുത്തി ദ്വീപ്. അവിടെ പൊതുവെ ആൾക്കാരെല്ലാം ഉള്ള ഐലൻഡാണ്. അങ്ങനെ ചെറിയ ചെറിയ ഐലൻഡുകൾ വേറെയും കാണാനുണ്ടായി. അവിടെയൊന്നും ആൾത്താമസം ഇല്ലാത്ത ഐലൻഡുകളാണ്. അപ്പോൾ ഇതാണ് ബോട്ട് സർവീസിൻ്റെ സമയവും കാര്യങ്ങളും വിവരങ്ങൾ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായത് 9:30, രാവിലത്തെ 9:30 പറശ്ശിനിയിൽ നിന്ന് പോയിട്ട് മാട്ടൂലിൽ നിന്ന് തിരിച്ച് 12 മണിക്ക് വരുന്ന രീതിയിലുള്ള ഒരു ബോട്ട് സർവീസിലാണ്. അപ്പോൾ അങ്ങനെ മേരിയിൽ ആൾക്കാർ തിരക്ക് കഴിഞ്ഞപ്പോൾ ഞാനും വൈഫും കൂടി മേരിയിലേക്ക് പോയി. വേറെ 2 ആൾ കൂടി ഉണ്ടായി. ആ 2 ആളെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് സംസാരിക്കാനോ കേൾവിശക്തിയോ ഇല്ലാത്ത ആൾക്കാരാണ്. അവർ ആംഗ്യ ഭാഷയിലൂടെയാണ് അവർ സംസാരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതാണ് മേൽഭാഗത്തു നിന്നുള്ള കാഴ്ച. അങ്ങനെ സേഫ്റ്റി ജാക്കറ്റും ഇട്ടിട്ട് അവളും കൂടി മേലയിലേക്ക് വന്ന്. മേലയിൽ സേഫ്റ്റി ജാക്കറ്റ് ഇടാൻ നിർബന്ധിക്കുന്നുണ്ട്, താഴത്തെ ഭാഗത്ത് അങ്ങനെ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം മാങ്കടവ് സൈഡ് എത്തിയിട്ടുണ്ട്. മാങ്കടവിൻ്റെ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ടായി. ഒരുപാട് ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ പലതും ഇതുവരെ ആയിട്ട് അവിടെ സ്റ്റോപ്പ് തുടങ്ങിയിട്ടില്ല. ആഴക്കുറവ് കാരണം സ്റ്റോപ്പ് ഇതുവരെ ആയിട്ട് അനുമതി കിട്ടിയിട്ടില്ല. പറശ്ശിനിയിൽ നിന്നും മാട്ടൂലേക്ക് വൺ സൈഡ് 1 മണിക്കൂറും 15 മിനിറ്റും ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട് യാത്ര. അങ്ങനെ വേറെയും ഒരുപാട് ചെറിയ ചെറിയ ഐലൻഡിൻ്റെ ഇടയിലൂടെയും ബോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ പ്രത്യേക ഒരു ഫീലുണ്ട്. നല്ലൊരു വേറെ തന്നെ ഒരു വൈബാണ് ഈ ഐലൻഡുകളുടെ ഇടയിലൂടെ പോകുമ്പോൾ. അപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര. നമ്മളിപ്പോൾ 4 പേര് മാത്രമേ മേൽഭാഗത്തുള്ളൂ, ബാക്കി എല്ലാവരും താഴെ തന്നെ ഉള്ളത്. കണ്ടില്ലേ, ഐലൻഡിൻ്റെ ഇടയിലൂടെ ഒരുപാട് തുറന്ന വേറെ വഴികളുമുണ്ട്. അതൊക്കെ കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീലുണ്ട്. പിന്നെ ആകാശമൊക്കെ നീലടിച്ചിരിക്കുകയാണ്. വെയിലുണ്ടായി, പക്ഷേ അത്ര നമ്മൾ ബുദ്ധിമുട്ട് വെക്കുന്ന രീതിയിലുള്ള വെയിലുണ്ടായിട്ടില്ല.
അങ്ങനെ ക്യാമറ ഞാൻ ബോട്ടിനെ അവിടെ വെച്ച് അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായി. രസമുണ്ടായി. എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ബോട്ടിൽ യാത്ര ചെയ്യുന്നത് ഈ ഭാഗത്തിൽ. മാട്ടൂലേക്ക് ഇത്രയും ലോങ് ആയിട്ട് പോയത് ആദ്യമായിട്ടാണ്. അങ്ങനെ അവിടെ മേലയിൽ നിന്ന് ഇറങ്ങി, വെയിൽ കൂടി വരുന്ന കാരണം മേലയിൽ നിന്ന് ഇറങ്ങി താഴേക്ക് തന്നെ പോയി. വീണ്ടും നമ്മൾ മേലയിലേക്ക് വന്നിട്ടുണ്ടായി. പിന്നെ അപ്പോൾ ഇതിനുള്ളിൽ ടോയ്ലറ്റ് സംവിധാനം എല്ലാം ഉണ്ട്. അങ്ങനെ ഇപ്പം ബോട്ട് വളവട്ടണം പാലത്തിൻ്റെ അടിയിലൂടെ വന്ന് കപ്പക്കടവ് സ്റ്റോപ്പിലെത്തിയിട്ടുള്ളത്. വളവട്ടണം സ്റ്റോപ്പ് ഉണ്ടായി, പക്ഷെ അവിടെ ആരും ഇറങ്ങാനും ഉണ്ടായിട്ടില്ല, കയറാനും ആൾക്കാരില്ലാത്തതുകൊണ്ട് അവിടെ ബോട്ട് അടുപ്പിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ കപ്പക്കടവ് എന്നുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ ബോട്ട് ജെട്ടിയിലാണ് ഇത് കാണുന്നത്. അവിടെ ആൾക്കാരുണ്ടായി കയറാൻ. എന്നാൽ അവിടെ ആളെടുത്ത് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ മാട്ടൂൽ സൈഡ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് മാട്ടൂലിൻ്റെ ഒരു ഭാഗമാണ്. മാട്ടൂൽ ഭാഗത്ത് കടലും പുഴയും കൂടി ഒരുമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഭാഗത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വെള്ളം കാണുമ്പോൾ തന്നെ തിരിയാം. വെള്ളത്തിൻ്റെ എല്ലാം എന്താ പറയുക, ഒഴുക്കും ഇതെല്ലാം കാണുമ്പോൾ തന്നെ മാറ്റം വന്ന്. സാധാരണ ഒരു പുഴയിൽ നിന്നുള്ള കാണുന്ന പോലെ അല്ല തിരയെന്നു, ഭയങ്കര ശക്തിയായിട്ടുള്ള തിര പോലെ കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മാട്ടൂൽ സ്റ്റോപ്പിലെത്തി. മാട്ടൂൽ ബോട്ട് ഒരു 10-15 മിനിറ്റോളം നിർത്തിയിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ വീണ്ടും ബോട്ട് എടുക്കാനായപ്പോൾ ഞാൻ ബോട്ടിലേക്ക് തിരിച്ച് കയറി. കപ്പക്കടവ് നിന്ന് മാട്ടൂലേക്കും പഴയങ്ങാടിയിലേക്കും ലോക്കൽ സർവീസ് നടത്തുന്ന ബോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതും ആൾക്കാർ ഇറങ്ങാനുണ്ടെങ്കിൽ ഈ ബോട്ടായിട്ട് അടുപ്പിച്ചിട്ട് അതിലൂടെ ഇറങ്ങുന്നതാണ് പതിവ്. അങ്ങനെ നമ്മൾ ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോട്ട് പിന്നെ ഐക്കൽ ഫെറിയിലേക്ക് വന്ന് അവിടെ നിന്നാണ് ബോട്ടിൻ്റെ ഡീസലും കാര്യങ്ങളും പിന്നെ അടിക്കുന്നത് ഇവിടുന്നാണ്. അപ്പോൾ ഈ കാണുന്നത് ഐക്കൽ ഫെറിയാണ്. ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ടായി. പിന്നെ ഫിഷിങ് കഴിഞ്ഞ് വരുന്ന ബോട്ടുകളും ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് ഐക്കൽ ഫെറിയിൽ എത്തിയിട്ടുള്ളത്. അവിടെയും ബോട്ട് ഒരു 10 മിനിറ്റ് നിർത്തിയിട്ടുണ്ടായി. അങ്ങനെ ഫ്യൂവൽ അടിച്ച ശേഷം ബോട്ട് വീണ്ടും എടുത്തു. തിരിച്ച് പറശ്ശേരിയിലേക്കുള്ള യാത്രയാണ് വീണ്ടും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം. ബോട്ടിൻ്റെ ഫ്രണ്ട് നല്ല വ്യൂ ഉണ്ടായി. ഫ്രണ്ടിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കാഴ്ചകൾ വീണ്ടും മാറി, വെയിലുകളും കൂടി. എന്താ പറയുക, മാട്ടൂലിൻ്റെ തൊട്ടിപ്പുറത്തോട്ടുള്ള യാത്രയാണ്. കണ്ടില്ലേ, വെള്ളം നല്ല രീതിയിൽ തിരയുണ്ടായി. ആ സമയത്ത് ബോട്ട് മൊത്തം തിരിച്ചു പോകുമ്പോൾ ബോട്ട് മൊത്തം കാലിയായിരുന്നു. നമ്മൾ രണ്ടാളും പിന്നെ വേറെ 2-3 പാസഞ്ചർ മാത്രമേ ബോട്ടിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ബോട്ടിൻ്റെ ബാക്ക് ഭാഗത്തുള്ള വിഷ്വൽ. കണ്ടില്ലേ, ആ കാണുന്നത് വളവട്ടണം പാലമാണ്. വളവട്ടണം പാലവും കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായി. നമ്മൾ വീണ്ടും ബോട്ടിൻ്റെ മേൽഭാഗത്തേക്ക് പോയി. ആരുമില്ല, ബോട്ട് മൊത്തം കാലിയായിട്ടുണ്ടായി. നേരത്തെ കണ്ട വിഷ്വൽ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. നിങ്ങൾ തിരിച്ചങ്ങനെ പറശ്ശിനിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ച തന്നെയാണ്, നേരത്തെ നിങ്ങൾ കണ്ട കാഴ്ച തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ കാണുന്നത്. അങ്ങനെ വരുന്ന വിധത്തിൽ ഒരു ചെറിയൊരു സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ടായി. പാമ്പുരുത്തി സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ടായിന്. അവിടെ നിന്ന് 2 ആൾ കയറാനുണ്ടായി. അപ്പോൾ ഇത്ര മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു യാത്രയാണ്. അത്രമാത്രമേ ഇതിൽ ഉൾക്കൊള്ളിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പറശ്ശിനിയിലെത്തിയ വീഡിയോ കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോഴത്തേക്ക് ബാറ്ററി ഡൗൺ ആയിട്ടുണ്ടായി. ഓക്കെ, എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.